എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കണിവെള്ളരി സംഭാരമാണ് കേട്ടോ. ഈ ഒരു സംഭാരം നമ്മുടെ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇപ്പൊ ചോറിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരവും മനസ്സും തണുക്കാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെള്ളരിക്ക സംഭാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാനും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്കുടൻ തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് സംഭാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണിവെള്ളരിയാണ്. ഇത് ഞാൻ വിഷുവിന് നമ്മുടെ കണി വെച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്ക് ഈ കണിവെള്ളരി തോലെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഈ ഒരു സംഭാരം നമ്മൾ തയ്യാറാക്കി കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിത്യവും ഈ ഒരു സംഭാരം ആയിട്ട് കുടിക്കുവാണെങ്കിൽ നിങ്ങളുടെ പൊണ്ണത്തടി കുറയാൻ വളരെ തന്നെ സഹായിക്കും. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കുടിക്കാനും സാധിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ തടയാനും വളരെ തന്നെ നല്ലതാണ്. നമുക്കിനി ചെയ്യേണ്ടത് ഈ കണിവെള്ളരിയുടെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം ഇതിന്റെ സീഡ് നീക്കം ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൂടെ വരാം. അങ്ങനെ ഞാൻ വെള്ളരി ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കണം. സംഭാരമൊക്കെ കുടിക്കുമ്പോൾ എരിവായിട്ട് കുടിക്കുന്നതാണ് നല്ലത്. അപ്പം അതിനായിട്ട് ഞാനൊരു പച്ചമുളക് ഒന്ന് ഒടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് ഒരു ചെറുനാരകത്തിന്റെ ഇല ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു നാരകത്തില ചേർക്കുമ്പോൾ. ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2-3 കറിവേപ്പില ഒന്ന് കീറിയത് കൂടെ ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം തന്നെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ അടിച്ച് അപ്പം തന്നെ കുടിക്കുവാണെങ്കിൽ ഉള്ളി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇത് അടിച്ച് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ ഉള്ളി ചേർക്കരുത്. ഉള്ളി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് അടിച്ച് കുടിക്കാനാണെങ്കിൽ ഉള്ളി ചേർക്കാം കേട്ടോ. ഞാനതിലേക്ക് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കുടിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിതിലേക്ക് ഉള്ളി ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഒരു 5 ഗ്ലാസ് സംഭാരം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു അളവ് തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സംഭാരം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. ഇനി 2 ഗ്ലാസ് എടുത്ത് വെക്കുക. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള സംഭാരം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു ചൂട് കാലത്ത് വളരെ തന്നെ റിഫ്രഷിങ് തരുന്ന നല്ല ഹെൽത്തി സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഹെൽത്തി വെള്ളരിക്ക സംഭാരം നിങ്ങളെല്ലാവരും തയ്യാറാക്കി കഴിക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭാരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചേച്ചിയുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.